നെറ്റ് നമുക്ക് ഓഫറിൽ 2,75,000 രൂപ കൊടുക്കാം. 2,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 14 ഡീസൽ വണ്ടി കിട്ടും. പ്രോപ്പർ ആയിട്ട് സർവീസ് ഉണ്ടെങ്കിൽ, അതായത് അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വണ്ടി, ഏറ്റവും ടോപ്പ് പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ. അതായത് വീഡിയോയിൽ പറയുന്നതിൻ്റെ അകത്ത് ഇനി ഒന്നും തന്നെ കുറയാനില്ല. കാരണം ഗൾഫിലുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ മാക്സിമം അല്ലേ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇനിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്, ബേസിക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നെറ്റ് നമുക്ക് 3,10 കൊടുക്കാം. 3,10 അല്ലേ? 3,10 2017 മോഡൽ ഒറിജിനൽ കേരള കേട്ടോ. 17 ഒറിജിനൽ കേരള അല്ലേ? ഓക്കെ. പിന്നെ വേറെ കാര്യം നിങ്ങൾ ആലോചിക്കണ്ട, 3,10 നിങ്ങൾക്ക് 17 വണ്ടി ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? അതെ അതെ. ഇത് നമുക്ക് കൊടുക്കാം 1,80,000 രൂപ കൊടുക്കാം. 1,80 അല്ലേ? 1,80 2010 മോഡൽ LXi ഡിസൈർ ആണ് കേട്ടോ. അതെ, പെട്രോൾ എഞ്ചിനിൽ വരുന്ന 2011 മോഡൽ 81,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള LXi എന്നുള്ള വേരിയന്റ്. 17 മോഡൽ ക്ലൈംബർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15 ഓടിയിട്ടുള്ളൂ അല്ലേ? വെറും 15,000. 2017 ഇത്രയും വർഷം കൊണ്ട് വെറും 15,000 കിലോമീറ്റർ. നിങ്ങളൊരു നല്ല യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ യൂസ്ഡ് കാർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കുറച്ച് ഓടിയ മറ്റൊരാൾ ഉപയോഗിച്ച വണ്ടി തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും ഇവിടെ ഇന്നിപ്പോൾ ഏകദേശം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 200ഓളം വണ്ടികൾ കിടക്കുന്നുണ്ട്. ഒരുപാട് ഓട്ടോമാറ്റിക് ഉണ്ട്, ഹാഷ് ബാക്ക് ഉണ്ട്, സെഡാൻ ഉണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട് എന്നിങ്ങനെയുള്ള സകല സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വിലക്കുറവിൽ നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പോരാത്തതിന് മഴക്കാലമാണ്, ബൈക്കും കൊണ്ടൊക്കെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോകാനുള്ള കഷ്ടപ്പാട് അറിയാം അല്ലേ. അപ്പോൾ വളരെ 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 ലോ ബഡ്ജറ്റിലിരുന്ന് നിങ്ങൾക്ക് ഏറ്റവും ഹൈ ബഡ്ജറ്റിലേക്ക് വരുന്ന വണ്ടികൾ വരെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ട്രൂ ചോയ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ട്രൂ ചോയ്സ് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയാം, അനീസ് ഖാൻ്റെ അടുത്ത് എപ്പോഴും ഇഷ്ടം പോലെ വണ്ടി ഉണ്ടാവും. അത് മാത്രമല്ല അത്രയും വില കുറച്ചാണ് കൊടുക്കുന്നതും. അനീസ് ഖാ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് നമ്മൾ സ്പെഷ്യൽ? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഈ മാസത്തെ ഒരുപാട് പുത്തൻ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതെല്ലാം കാണിക്കാം. അതെല്ലാം മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് നെറ്റ് വില കൊടുക്കാൻ പറ്റും. ഇവിടെ കിടക്കുന്ന പ്രൈസിനേക്കാളും നമുക്ക് ഓഫർ പ്രൈസ് ഇട്ടിട്ട് കൊടുക്കാം, നെറ്റ് വില കൊടുക്കാം. റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ സ്പെഷ്യലായിട്ട് ഒന്ന് പറയണം കേട്ടോ, അല്ലേ? ചെറിയൊരു വ്യത്യാസം ഉണ്ടാവില്ലേ? ഇവിടെ കിടക്കുന്ന പ്രൈസ് ഓൾറെഡി എല്ലാ വണ്ടിക്കകത്തും പ്രൈസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ പ്രൈസ് വെച്ചിട്ട് നോക്കണ്ട, നമുക്ക് വീഡിയോയിൽ സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ വരുമ്പോ ചിലപ്പോൾ നിങ്ങൾ ഈ വില കാണിക്കുമ്പോൾ വരുന്ന ഒരാള് ചിലപ്പോൾ വീഡിയോയിൽ എത്ര ആണല്ലോ ഇവിടെ എത്രയാണല്ലോ എന്നുള്ള വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ കഴിഞ്ഞൊരു എനിക്ക് നമ്മളൊരു 10-25 ദിവസമായിട്ടുള്ളൂ അല്ലേ? കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഈ റോഡ് മാസ്റ്ററിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഇവിടെ വന്നിട്ട് ചെയ്തത് അല്ലേ? ഐശ്വര്യം ഉണ്ടല്ലേ? ഓ പിന്നെന്താ. അതായത് കഴിഞ്ഞ മാസം എത്ര വണ്ടി വിറ്റെന്ന് പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞ മാസം 164 വണ്ടി. 164 വണ്ടി അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ടീമായിട്ട് അല്ലേ നിങ്ങൾ തന്നെയായിരിക്കും. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതിന്റെ പുറമെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇവർ വണ്ടി വിറ്റലല്ല, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം കിട്ടും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവരാണെങ്കിലും ഇപ്പൊ പുറത്തുനിന്നുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ അത്രയും വില കുറച്ച് കൊടുക്കാനും പറ്റും. തീർച്ചയായും. ഓക്കെ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് തരും. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് കണ്ടോളൂ. അനീസ് ഖാന്റെ വിലകൾ നമുക്കൊന്ന് കാണാട്ടോ. എന്തായാലും ഇതിൽ നിന്ന് തുടങ്ങാം. അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ ഒരു 20-ന് മേലെ മൈലേജ് കിട്ടുന്ന നല്ല കംഫർട്ടോട് കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന സെഡാൻ വാഹനം. അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ഉള്ള വാഹനം. അത്രയും സ്പേസ് ഉണ്ട്, സ്പേസ് ഉള്ള ഇന്ത്യ ലാവശ്യമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ വാഹനം. 14 മോഡലാണ്. സണ്ണി എക്സൽ വേരിയന്റ് വാഹനം. 1,50,000 കിലോമീറ്റർ ഓടിയുണ്ട്. നെറ്റ് നമുക്ക് ഓഫറിൽ 2,75,000 രൂപ കൊടുക്കാം. 2,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 14 ഡീസൽ വണ്ടി കിട്ടും. പ്രോപ്പർ ആയിട്ട് സർവീസ് ഉണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല. കാര്യമായിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും വരാത്ത നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഉള്ള വാഹനം. ഇതിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. മേജർ പരിക്കുകളൊന്നുമില്ല. ഗ്യാരണ്ടി കൊടുത്തു നമുക്ക്. ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല കട്ടയുണ്ട്. 15 രജിസ്ട്രേഷൻ കൂടി വരുന്ന വണ്ടിയാട്ടത്. 15 രജിസ്ട്രേഷൻ ഉണ്ട്. 15 രജിസ്ട്രേഷൻ. ലോൺ എത്ര കയറും? ലോൺ 2,25 2,500 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. ഇത് നോക്കിക്കോട്ടെ, മിസ് ചെയ്യണ്ട. എല്ലാത്തിന്റെ ഇനി കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് വണ്ടി കാണിക്കാണ്ട് നിങ്ങൾ ഒരു എപ്പിസോഡിൽ അല്ലേ? പറഞ്ഞു. അതെ, ഒരു എപ്പിസോഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതിന് അറ്റം ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണെങ്കിലോ കിഡ് 17 മോഡൽ കിഡ് RXT 1 ലിറ്റർ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ ഇതും ഏകദേശം 1 lakh നിയർ ബൈ കിലോമീറ്റർ ആയിട്ടുണ്ട്. KL16 ആറ്റിങ്ങൽ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഇത് നമുക്ക് നെറ്റ് ഓഫറിൽ 2,20,000 കൊടുക്കാം. 2,20,000 2017 1 ലിറ്റർ RXT ഓപ്ഷനിൽ സിംഗിൾ എയർ ബാഗ് വരുന്ന വാഹനമാണ്. ഫുൾ ലോൺ കൊടുക്കാലോ? ഫുൾ ലോൺ 20,000 ആണെങ്കിൽ എക്സ്ട്രാ കൊടുക്കാം. അല്ലേ? ഓക്കെ. മഴക്കാലത്ത് എണ്ണ അടിക്കാനുള്ള പൈസ വേണം അങ്ങോട്ട് വരും. അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി. 4 ടയർ പുത്തൻ ടയറും ഉണ്ട് അല്ലേ? 4 ടയറും പുത്തൻ ടയറും ഉണ്ട്. അതെ അതെ.
അതായത് അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വണ്ടി, ഏറ്റവും ടോപ്പ് പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ? നല്ല സുഖമായിട്ട് ഒരു 17 വേണ്ടൊക്കെ മൈലേജും കിട്ടൂല, ഒരു 18 രൂപ നമുക്ക് മൈലേജും കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നോക്കിക്കോളൂ കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. അടുത്ത വാഹനം 2021 മോഡൽ VXi പ്ലസ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് പോയിട്ടുള്ള എക്സ്പ്രസോ. 21 മോഡൽ വരുന്ന വാഹനമാണ്. നെറ്റ് നമുക്ക് കൊടുക്കാം 4,45,000 രൂപ കൊടുക്കാം. 4,45,000 2021 മോഡൽ VXi പ്ലസ് വെറും 17,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. VXi പ്ലസ് എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ അല്ലേ? അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. VXi പ്ലസ് എന്നുള്ള 2 വേരിയന്റ് മാത്രമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ സ്റ്റാരിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരും. 17 ഓടിയ ടയർ ആയിരിക്കും അല്ലേ? 17 ഓടിയ ടയറാണ്. ഒരു 15 കൂടി ഓടുള്ള ടയർ ബാലൻസ് ഉണ്ട്. അതെ, ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാന്ന് ഗ്യാരണ്ടി അല്ല. ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനം എഴുതി ഒപ്പിട്ട് തരും കേട്ടോ, ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. 4,45 നെറ്റ് കൊടുക്കാം. നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ എന്തെങ്കിലും കുറയാണ്ടോ ഇനി? ഇല്ല, നെറ്റ് 4,60 പ്രൈസ്, 4,45 നെറ്റ് ഫൈനല്ല. ഓക്കെ, അതായത് വീഡിയോയിൽ പറയുന്നതിൻ്റെ അകത്ത് ഇനി ഒന്നും തന്നെ കുറയാനില്ല. കാരണം ഈ ഗൾഫിലുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ മാക്സിമം അല്ലേ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇനിയും പിന്നെ നമ്മൾ ഫൈനൽ ആക്കാണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് ഫൈനൽ ആക്കിയിട്ട് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഈ മൈക്ര ആണെങ്കിലോ? ഇത് 17 മോഡലാണ്, പെട്രോൾ എഞ്ചിനിൽ ഒരു വാഹനം. ഇത് 68,000 കിലോമീറ്റർ ഓടിയുള്ള എക്സൽ ആക്റ്റീവ് ഒരു വാഹനമാണ്. അതായത് ശരിക്കും നമ്മുടെ ഒരു സ്വിഫ്റ്റ് ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിച്ചൂടെ? ഇത് സെയിം ആ കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. പെട്രോൾ ആയതുകൊണ്ട് ഒരു 14-15 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാം. 1.2 ലിറ്റർ വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം പവർ കാര്യങ്ങൾ 12 മുതൽ 15 വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. സീറ്റ് അവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ബേസിക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതും വന്നിട്ടുണ്ട്. നെറ്റ് നമുക്ക് 3,10 കൊടുക്കാം. 3,10 അല്ലേ? 3,10 2017 മോഡൽ ഒറിജിനൽ കേരള കേട്ടോ. 17 ഒറിജിനൽ കേരള അല്ലേ? ഓക്കെ, പിന്നെ വേറെ ആ കാര്യം നിങ്ങൾ ആലോചിക്കണ്ട, 3,10 നിങ്ങൾക്ക് 17 വണ്ടി ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? അത് ഈ പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് കാര്യം ഒന്നും പേടിക്കണ്ട കേട്ടോ, ഒരു കംപ്ലൈന്റും വരില്ല. സാധാരണ ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓണിന്റെ അടുത്ത് നമുക്ക് കൊടുക്കാം, മാക്സിമം കൊടുക്കാം. 3ന്റെ അടുത്ത് എന്തായാലും കൊടുക്കാം. ഇനി ഇതാണെങ്കിലോ? ഇത് LXi ഡിസയർ 2010 മോഡൽ, 10 ആണ്. 3ാമത്തെ ഓണർഷിപ്പ്, 1,04,000 കിലോമീറ്റർ, ഒറിജിനൽ കേരള, KL5 കോട്ടയം രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഇത് നമുക്ക് കൊടുക്കാം 1,80,000 രൂപ കൊടുക്കാം. 1,80 അല്ലേ? 1,80 2010 മോഡൽ LXi ഡിസയർ ആണ് കേട്ടോ. എന്തായാലും അത് വലിയ വിലയാന്ന് ഒരിക്കലും ഞാൻ പറയില്ല അല്ലേ? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കുറച്ചൊക്കെ ഇപ്പൊ എങ്ങനെ കൊടുക്കുക? ഇത്രയും വലിയ വണ്ടിയല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞേ? 1,06,000 കിലോമീറ്റർ, 1,04,000 കിലോമീറ്റർ. 1,04 അല്ലേ? 1,04 3ാമത്തെ ഓണർഷിപ്പ്. ജെന്യൂൻ ആയിരിക്കും അല്ലേ? അതൊക്കെ ജെന്യൂൻ. പെട്രോൾ അല്ല, ഓടില്ല. ഡീസൽ ആണെങ്കിലോ കിലോമീറ്റർ ഒക്കെ മറിയാനുള്ള ചാൻസ് ഉള്ളൂ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രക്ചറൽ ഡാമേജ് സംഭവങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ബോണറ്റ് മാറ്റിയെന്ന് ഓർത്ത് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അതിന്റെ ഉള്ളിക്ക് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കുക. എന്തായാലും 1,80 നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ലൊരു റിറ്റ്സും കൂടി കാണിച്ചു തരാം. റെഡ് കളർ വണ്ടി അല്ലേ? അതെ, പെട്രോൾ എഞ്ചിനിൽ വരുന്ന 2011 മോഡൽ 81,000 കിലോമീറ്റർ ഓടിയുള്ള LXi എന്നുള്ള വേരിയന്റ് വാഹനം. LXi ആണ്, ബേസ് വേരിയന്റ് ആണ്. പക്ഷെ ഫ്രണ്ടിൽ 2 പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ പവർ വിൻഡോ, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ബോഡിയൊക്കെ നല്ല വൃത്തിയിലുണ്ട്. അതെ, 1.2 ലിറ്റർ വരുന്ന പെട്രോൾ എഞ്ചിൻ. ഓ, അതൊക്കെ ജെന്യൂൻ വണ്ടി കണ്ടാൽ തന്നെ ക്വാളിറ്റി ഉണ്ട് അല്ലേ? ക്വാളിറ്റി വണ്ടി, അതിന്റെ ക്വാളിറ്റി ഉണ്ട്. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് അധികം അങ്ങനെ റണ്ണിംഗ് ഉണ്ടാവില്ല. നോർമൽ റണ്ണിംഗ് കുറവുള്ളവരെ പെട്രോൾ യൂസ് ചെയ്യും. അതിപ്പോ എല്ലാ വണ്ടിയാണ് അങ്ങനെ തന്നെ. മൈലേജ് ലേശം കുറവായിരിക്കുന്നുണ്ടല്ലേ? മൈലേജ് കുറവുള്ളതുകൊണ്ട് അധികം റണ്ണിംഗ് ഇല്ലാത്തവരെ പെട്രോൾ വാഹനങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, മേജർ ആയിട്ടുള്ള പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. നമുക്ക് കൊടുക്കാം 2,20 കൊടുക്കാം. 2,20 അല്ലേ? 2011 മോഡൽ റിറ്റ്സ് LXi കൊടുക്കാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും റിച്ച് ആണ് കേട്ടോ. ആ വണ്ടിക്ക് ആ ക്വാളിറ്റി ഉണ്ടാവും. ചെക്ക് ചെയ്തോളൂ. മാക്സിമം പറ്റുന്നത്ര ലോണും ചെയ്ത് കൊടുക്കൂലേ? പറ്റുന്ന മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഒരു 1,50,000 രൂപ നമുക്ക് ലോൺ ചെയ്യാം അല്ലേ? അതായത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരുവിധം എല്ലാ വണ്ടികളും 1 ലക്ഷം രൂപ മതി അല്ലേ? 1 ലക്ഷം രൂപ ഇറക്കി കൊണ്ടുപോയിക്കൂടെ? 1 ലക്ഷം ഒന്നും വേണ്ട. അല്ല, ഞാൻ പറയാം, മാക്സിമം 1. അതെ, അത് വളരെ പഴയ വാഹനങ്ങൾക്ക് മാത്രമേ കുറച്ച് എമൗണ്ട് കൂടുതൽ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരുള്ളൂ അല്ലേ? നോർമലി ഒരു 13 ശേഷമുള്ള വാഹനങ്ങൾക്ക് 50 രൂപ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഇനി ഈ കിഡ് ആണെങ്കിലോ? കിഡ് 2017 മോഡൽ ക്ലൈംബർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15 ഓടിയിട്ടുള്ളൂ അല്ലേ? വെറും 15,000. 2017 ഇത്രയും വർഷം കൊണ്ട് വെറും 15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ജെന്യൂൻ ആയിരിക്കുമല്ലോ അല്ലേ? ഗ്യാരണ്ടിയിൽ കൊടുക്കാം. കിലോമീറ്റർ എല്ലാം കൊടുക്കാം. അതെ, പിന്നെ നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ. ക്ലൈംബർ ആയതുകൊണ്ട് സ്പെഷ്യൽ എഡിഷൻ ആണ്. സ്പെഷ്യൽ എഡിഷൻ ആണ് വരുന്നത്. ക്ലൈംബർ എഡിഷനിൽ സ്പെഷ്യൽ ആയിട്ട് വരുന്നതാണ്. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന RXT ആണ് വരിക. RXT ക്ലൈംബർ 1 ലിറ്ററിലെ വരിക. ക്ലൈംബർ ആകുമ്പോൾ 1 ലിറ്റർ മാത്രമേ ഉള്ളൂ. മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വാഹനം. നെറ്റ് നമുക്ക് 2,85 കൊടുക്കാം. 2,85 2017 ക്ലൈംബർ ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വളരെ ലോ 15,000 കിലോമീറ്റർ വാഹനം. ഇതൊക്കെ ശരിക്കും ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. ക്ലൈംബർ എങ്ങനെയാലും നോർമൽ വാഹനങ്ങളൊക്കെ ഒരു 50,000 രൂപ ക്ലൈംബറിന് കൂടുതലാണ്. ഇറങ്ങുന്ന സമയത്ത് 1 ലാഖ് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാലും മാർക്കറ്റിൽ നോർമൽ ഒരു 2017 RXT ഒക്കെ ആണെങ്കിൽ ഈ റേറ്റ് വരും. പക്ഷേ ക്ലൈംബർ ആ വില കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാതെ ക്ലീൻ വണ്ടി, ലോണൊന്നും ചെയ്തു തരും. ഇയോൺ ആണെങ്കിലൊക്കെ ഇയോൺ ഓൾറെഡി ബുക്കിംഗ് ആണ്. പിന്നെ അടുത്തത് വീണ്ടും ഒരു കിഡ് എടുക്കുന്നുണ്ട്. 16 1 ലിറ്റർ എടുക്കുന്നുണ്ട്. 16 1 ലിറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള മറ്റൊരു കിഡ്. RXT തന്നെയാ?
RXT 1 ലിറ്റർ ഇത് 1 ലിറ്റർ 1 ലിറ്റർ ആണ് അല്ലേ? പിന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ആണ്. 4 ടയർ പുത്തൻ ടയറിന്റെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും മേജറായിട്ടുള്ള പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം 260 കൊടുക്കാം. 2,60,000 2016 മോഡൽ 1 ലിറ്റർ കിഡ്. പിന്നെ വേറൊരു കാര്യം പറയാം, ഇവിടെ കുറേ വണ്ടികൾ ലോക്കായി കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് നമ്പർ ഒന്ന് അയച്ചു കൊടുത്തിട്ട് കാണിച്ചാൽ അയച്ചു തരും. കാരണം സ്റ്റാഫ് വരുന്നുള്ളൂ, കീ കുറേ ഇവിടെ എത്തിയിട്ടില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് എത്ര വില പറഞ്ഞാൽ? ഇത് 260 2016 1 ലിറ്റർ കിഡ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നതാണ്. പിന്നെ വേറെ അപാകതകളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇത് കാണിച്ചോളൂ നമുക്കൊന്ന്, ചെറിയ വണ്ടി കൂടി. ഒരു റെഡിഗോ A 2017 മോഡല് 2019 മോഡലാണ്. 19 സിംഗിൾ ഓണർഷിപ്പിൽ 80 സംതിങ് കിലോമീറ്റർ ഓടിയുള്ള വാഹനം. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു ബോണ്ട് റീപ്ലേസ് ഉണ്ട്. 1,55 കൊടുക്കാം. 1,55,000 2019 മോഡൽ റെഡിഗോ വണ്ടി 1,55,000 അടിപൊളി. അതായത് അത്രയ്ക്കും വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അത് 87,000 എന്നൊക്കെ പറയുന്ന പെട്രോൾ കൊണ്ട് എത്ര വലിയ ഓട്ടം എന്ന് പറയാനും ഇല്ല അല്ലേ? ഒരു പ്രശ്നമില്ല, പെട്രോൾ വാഹനം ആയതുകൊണ്ട് ഓടിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതൽ ഓടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇച്ചിരി കൊടുത്തു നമുക്ക് ഹിസ്റ്ററി ഒരു 60 ഹിസ്റ്ററി ഉണ്ട്, അത്രേ ഉള്ളൂ അല്ലേ? അതിനുശേഷം 2 സർവീസ് പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളൂ. ശരി. വേറെ ഒരു അപാകത ഇല്ലാന്ന് ഉറപ്പാണ്. ബോണ്ട് മാത്രം റീപ്ലേസ്, ഫ്രണ്ട് ചെറുതായിട്ട് ഒരു കല്ലിന് അട്ടിന് ശേഷം ബോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ല, ബോണ്ട് മാത്രം. ഉള്ളോട്ടൊന്നും ഇല്ലല്ലോ? ഉള്ളോട്ട് വരിക്കുന്നില്ല. ആ ക്രോസ് ബമ്പർ അട്ടിനായിരിക്കും ബോണ്ട് മാറിയില്ല. അതായത് ഈ ഫ്രണ്ടേജിൽ വരുന്ന പരിക്കുകൾ ഉണ്ടാവും, അല്ലാതെ ഉള്ളിലേക്കുള്ള കിട്ടുമോ? ഷോറൂം നോക്കി എടുക്കാം. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ. 1,55,000 രൂപയ്ക്ക് 19 വണ്ടി കിട്ടും കേട്ടോ. ഇനി ആ കേട്ടനാണെങ്കിലോ? കേട്ടൻ ഓൾറെഡി ബുക്കിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് റിഡ്സ് ആണെങ്കിലോ? റിഡ്സ് 2010 മോഡൽ LX ആയിരുന്നു വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 95,000 കിലോമീറ്റർ ഓടിയാണ്. ഇതിലും നല്ല 4 ടയർ കിടക്കുന്നുണ്ട് കേട്ടോ. 4 പുത്തൻ ടയർസ് കിടക്കുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. സീറ്റർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പവർ വിൻഡോ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ബാക്കിൽ പവർ വിൻഡോ ഇല്ല. ഇത് 2,10,000 മുതൽ കൊടുക്കാം. 2,10,000. 2,10,000 2010 മോഡൽ LX. അടുത്ത വർഷം എന്തായാലും അടുത്ത വർഷം വരെ പേപ്പർ ഉണ്ട്. റിന്യൂവൽ ജസ്റ്റ് കാണിക്കുന്നില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ വേറെ കാര്യം ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിയുണ്ട് കാണാനാണെങ്കിലും. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഒന്നുമില്ല, മേജർ പരിക്കുകളൊന്നുമില്ല അല്ലേ? ഓക്കെ, വില എത്ര? 2,10,000 മുതൽ 2,10,000 അല്ലേ? ഇനി ഈ റെഡി ആണെങ്കിലോ? ഇത് ഓൾറെഡി കഴിഞ്ഞ ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. 2017 മോഡലാണ്. റെഡിഗോ T ഓപ്ഷനിൽ 1 ലിറ്ററിൽ ഇരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. 17 മോഡൽ 1 ലിറ്റർ ആണ്. 1 ലിറ്റർ. ഓക്കെ, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പരിക്കൊന്നുമില്ല. ഇത് 2,25 ഫുൾ ഓണിൽ 0 ഡൗൺ പേയ്മെന്റ് 2,25 കൊടുക്കാം, ഇറക്കി കൊടുക്കാം അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ആണ്. വേറെ കാര്യങ്ങളാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. ആക്സിഡന്റിലോ റീപ്ലേസ്മെന്റിലോ ഒന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് എഴുതി തരും, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കുറേ പെട്രോൾ വണ്ടികളും ഡീസൽ വണ്ടികളും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സെലക്ട് ചെയ്തെടുക്കാം അല്ലേ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട വാഹനം സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു കിഡും കൂടി കാണിച്ചു. കിഡ് ഒരുപാട് വാഹനങ്ങൾ 2016 മോഡൽ RXT എന്നുള്ള വേരിയന്റ് വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 70 സംതിങ് കിലോമീറ്റർ ഉള്ള വാഹനം 2,25 കൊടുക്കാം. 2,25 സിംഗിൾ ഓണർഷിപ്പിൽ RXT 800cc വരുന്ന വാഹനമാണ്. 2016 മോഡൽ 2,25 അല്ലേ? ഓക്കെ, എന്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റാണ്, കാര്യമായ ഒരു അപാകതയും പറയാനില്ല. മേജറായിട്ടുള്ള പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഏകദേശം ഒരു 1.25 മുതൽ ഒരു 3ന്റെ ഉള്ളിൽ എത്ര കിഡ് ഉണ്ടാവും ഇവിടെ? 3ന്റെ ഉള്ളിൽ 8-9 കിഡുകളുണ്ട്. അത്രയുണ്ടല്ലേ? കാരണം ഇനി ഞാൻ കിഡ് കാണിക്കുന്നില്ല, കുറെ എണ്ണം കാണിച്ച് ബാക്കി കുറെ വണ്ടികൾ കാണിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. എനിക്ക് കിട്ടുണ്ടാവും. ഈ ഒരു ഏരിയയാണ് കിഡിന്റെ ഏരിയ. ഈ ഒരു മൂലയാണ് കിഡ് റെഡിഗോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ വരുന്നത്. 31/10/2019 ഇറങ്ങിയ ഒരു ഐട്ടൺ ഗ്രാൻഡ് മാഗ്ന 31/10/2019 കേട്ടോ. 2019 ഐട്ടൺ മാഗ്ന സിംഗിൾ ഓണർഷിപ്പിൽ 41,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം. ഓക്കെ, പെട്രോൾ അല്ലേ? പെട്രോൾ ഗ്രാൻഡ് ഐട്ടൺ മാഗ്ന 4,45 4,45 കൊടുക്കാൻ പറ്റും. ആലോചിക്കണം, 2019 വണ്ടിയാണ്, മാഗ്നയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ, കമ്പനി സർവീസ് പോയ വാഹനം. 41,000 ഓടിയിട്ടുള്ളൂ. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് മാക്സിമം ലോണും ചെയ്യാലോ അല്ലേ? മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഇനി ഈ ഇതാണെങ്കിലോ? ടിയാഗോ 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 12,000 കിലോമീറ്റർ XT എന്നുള്ള വേണ്ടിയിരുന്ന മിഡിൽ ഓപ്ഷൻ വാഹനം, പെട്രോൾ എഞ്ചിനിൽ. അതെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇത് നമുക്ക് നെറ്റ് 5,80 കൊടുക്കാം. 5,80 2022 മോഡലാണ്. 22 XT വെറും 12,000 ഓടിയിട്ടുള്ളതും കൂടി നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അത്രയും ക്ലീൻ വണ്ടിയാണ്. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം. 22 മോഡൽ വരുന്ന വാഹനമാണ്. വെറും ലോ കിലോമീറ്റർ ഓടിയ വണ്ടി. വെറും 12,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. ഒരു 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന, മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കൊണ്ടുള്ള നല്ല സേഫ്റ്റി ഫീച്ചറും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു കിടിലൻ വാഹനം. എല്ലാത്തിനും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ റീപ്ലേസിന്റെ കാര്യം. എന്തായാലും നിങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ ഓരോന്നെടുത്ത് പറയാം. അതെ, ആ i20 ആണെങ്കിലോ? ഇത് 2009 മോഡലാണ്.
65 നമുക്ക് നെറ്റ് കൊടുക്കാം. 2009 ആസ്റ്റ ആ 1,40,000 കിലോമീറ്റർ ഓടിയുള്ള പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം KL 55 തിരൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. പക്ഷെ ഇതിന്റെ ഇന്ത്യയിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇന്ത്യ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള നല്ല വൃത്തിയിൽ നിൽക്കുന്ന വാഹനം. ഇത് ആസ്റ്റ ആയതുകൊണ്ടാണ് അലോയിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും വരും, നല്ല ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? അതെ, കംപ്ലൈന്റ് ഒന്നും ഇല്ല വണ്ടി എഞ്ചിൻ പരമായിട്ട്. പെട്രോൾ ആയതുകൊണ്ട് ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങൾ വേണ്ട. ഡുവൽ ടോണിൽ വന്ന് ചെയ്തിട്ടുണ്ട്. 65 നമുക്ക് നെറ്റ് കൊടുക്കാം. 65, അതായത് നിങ്ങൾ ആലോചിക്കണ്ട, i20 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് 1,65,000 വരുന്നത്. 2009 ആണെന്ന് ആലോചിക്കണം. റിന്യൂവൽ എടുത്താൽ അത് റിന്യൂവൽ ഉണ്ടാവും. ഈ വർഷം ലാസ്റ്റ് റിന്യൂവൽ ഉണ്ടാവും അല്ലേ? ഇനി ഇതാണെങ്കിലോ, ഇത് 2020 മോഡൽ അൾട്രോസ് XM എന്നുള്ള വേരിയന്റ് ഇരുന്നാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 26,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണ്. 26 ഓടിയിട്ടുള്ളൂ അല്ലേ? 26,000. 2020 മോഡൽ പെട്രോൾ എഞ്ചിനിൽ ഒരു വാഹനം. ഒരു 15, 16, 17 റേഞ്ചിൽ മൈലേജ് ആവുന്ന മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം പൊതുവെ കുറഞ്ഞിട്ടുള്ള നല്ല സേഫ്റ്റി കുറ്റിയുറപ്പുള്ള ഒരു വാഹനം. 560 നമുക്ക് നെറ്റ് കൊടുക്കാം. 2020 മോഡൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനം. 560 നമുക്ക് നെറ്റ് കൊടുക്കാം അല്ലേ? 2020 വണ്ടി, ലോ കിലോമീറ്റർ വണ്ടിയാണ്. മിസ് ചെയ്യണ്ട, ആർക്കെങ്കിലും വേണേ നോക്കിക്കോളൂ. ഇത് നമുക്ക് ഏകദേശം സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം മൈലേജും കാര്യങ്ങളും സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം പെട്രോൾ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ രണ്ട് വണ്ടി ബുക്കിംഗ് ആയിട്ട് കിടക്കുന്നതാണ്. ഇതിന്റെ ഇടയിൽ കുറെ വണ്ടി ബുക്കിംഗ് ഉണ്ട്. ആ ബുക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കോൺടാക്ട് ചെയ്യണ്ട, അത് ഓൾറെഡി ബുക്ക് ആയതുകൊണ്ട് കിട്ടൂല. ഇനി ഈ സിയാസ് ആണെങ്കിലോ, താല്പര്യമുള്ളവർ കോൺടാക്ട്. ചിലപ്പോൾ ഈ ലോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില കേസുകളൊക്കെ ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞ് ലോൺ റിജക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൊടുക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ചോദിച്ചോട്ടോ. സിയാസ് കിടക്കുന്നുണ്ട്. 2017 2018 ആണ് വരുന്നത്. 2 വണ്ടി ഉണ്ടല്ലേ? 2017 സിഗ്മ എന്നുള്ള വേരിയന്റും 2018 ഡെൽറ്റ എന്നുള്ള വേരിയന്റാണ്. രണ്ടും പെട്രോൾ വാഹനങ്ങളാണ്. 2018 ഓടിയിട്ടുള്ളത് 53,000 കിലോമീറ്റർ. ഇതും ഏകദേശം 50 കിലോമീറ്ററിനാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് വണ്ടിയിൽ ശരിക്കും സീറ്റ് കവർ ചെയ്തില്ല, പക്ഷേ ഈ വൈറ്റ് വണ്ടിയിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ ഫീച്ചേഴ്സുള്ള മാത്രമേ. രണ്ടും ഒരേ ലെവലിൽ നല്ല വൃത്തിയുള്ള വാഹനങ്ങളാണ്. മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല യാത്രാ കംഫർട്ടുള്ള ഒരു സഡൻ വാഹനമാണ് സിയാസ്. മാരുതിയിൽ ഏറ്റവും യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനമാണ് സിയാസ്. അത് വേറെ കാര്യം കൂടി പറയാം, മാരുതിന്റെ ഒരു കുറച്ച് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു വണ്ടി. തീർച്ചയായിട്ടും ലോങ് ഒക്കെ പോകാൻ അടിപൊളിയാട്ടോ, നല്ല കംഫർട്ടാണ്. ഡ്രൈവിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. നമുക്ക് നെറ്റ് 670 നെറ്റ് കൊടുക്കാം. രണ്ടും ഈ ഒരു വാഹനം 18 മോഡൽ, അത് നമുക്ക് 6 ലക്ഷം രൂപക്ക് നെറ്റ് കൊടുക്കാം. 2017 6 ലക്ഷം രൂപ. ഇത് 18 മോഡൽ 670. അത് ആ കിലോമീറ്ററും മോഡലും മാറുന്നതിനനുസരിച്ച് ചെറിയ ഡിഫറൻസ് വരും, ചെറിയ വ്യത്യാസം വരും. പിന്നെ ഒരു വർഷത്തെ മോഡൽ വ്യത്യാസം വരുന്നുണ്ട്. ഫൈനൽ പ്രൈസ് ആണ്. ഇനി അതിന്റെ അകത്തൊന്നും കുറയൂല. ഇനി ഇതാണെങ്കിലോ, ഇത് വരുന്നത് ടാറ്റ നെക്സോൺ ആണ്. ടാറ്റ നെക്സോൺ 2018 മോഡലാണ്. സ്റ്റോക്ക് കയറുള്ള 2018 മോഡലാണ്. XM ഓട്ടോമാറ്റിക് എന്നുള്ള വേരിയന്റ് ആണ് വരുന്നത്. XM ഓട്ടോമാറ്റിക് 67,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. നല്ല വൃത്തിയിൽ നിൽക്കുന്ന വാഹനം. പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം വളരെ കുറവായിരിക്കും. AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. 12-13 മൈലേജ് 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന നല്ല സേഫ്റ്റി ഉള്ള മറ്റൊരു വാഹനം. ടാറ്റയുടെ വാഹനങ്ങൾക്കൊക്കെ ഏറ്റവും എടുത്തുകൊണ്ട് കുറ്റിയുറപ്പന്നെ റേറ്റിംഗ് ആണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഇല്ലാത്ത വണ്ടികൾ കുറവാണ്. 5 സ്റ്റാർ റേറ്റിംഗ്, കാര്യപ്പെട്ട മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനങ്ങളാണ്. 10-75 മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒരു CNG ചെയ്താൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. തീർച്ചയായിട്ടും അതാണ് ഒരു കിലോമീറ്റർ മൈലേജ് കിട്ടും. ഒരു 17 രൂപ അധികം റണ്ണിങ് കൂടുതലുള്ളവർക്കൊക്കെ CNG പോകാൻ ഏറ്റവും ബെറ്റർ. കംപ്ലൈന്റും കുറയും. CNG താല്പര്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ യൂറോപ്പിൽ CNG ചെയ്യുന്ന ടീംസും ഉണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് തരും കേട്ടോ. പിന്നെ ഇത് നമ്മൾ 19 പറഞ്ഞേ 2018 മോഡൽ നെക്സോൺ XM സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനം. എന്താ റേറ്റ്? ഇത് നമുക്ക് നെറ്റ് 6,80,000 രൂപ കൊടുക്കും. 680 അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആണ്. 18 വണ്ടിയാണ്. പിന്നെ 4 ടയർ പുത്തൻ ടയർ ഉണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. മാക്സിമം ലോണും ചെയ്ത് തരും കേട്ടോ. നല്ലൊരു ഫാമിലി വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വാഗണർ അല്ലേ? വാഗണർ തീർച്ചയായിട്ടും. മൈലേജ് ഉണ്ടാവും, മെയിൻ്റെനൻസും കുറവായിരിക്കും. അത്യാവശ്യം ലോങ് ഡ്രൈവിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ്, ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനമാണ് വാഗണർ. നല്ല ഹെഡ് റൂം ആണ്, യാത്ര ചെയ്താൽ മടുക്കൂല. ഇത് ശരിക്കും ഏതാ മോഡൽ? ഇത് 17 മോഡലാണ്. VXI എന്നുള്ള പേരിൽ സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണ്. പരിക്ക് കാര്യങ്ങളൊന്നുമില്ല, സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള 46 ഗുരുവായൂർ രജിസ്ട്രേഷനിൽ ഇരുന്ന വാഹനം. സീറ്റ് ഓവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വേറെ ഡാമേജ് നല്ല ക്ലീൻ ആണ്. സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. 4 ടയർ ഏകദേശം അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ലാത്ത ഒരു വാഹനമാണിത്. നമ്മൾ ഓട്ടോ 60 പറഞ്ഞേ 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. പിന്നെ VXI എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ VXI മാത്രമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ഓപ്ഷനേ ഉള്ളൂ. ബാക്ക് വൈപ്പർ അടക്കം വരും കേട്ടോ. ഇഷ്ടം പോലെ എല്ലാവർക്കും അറിയാം, വെറുതെ പറയണ്ട. നമുക്ക് എന്താ വിലയും കൂടി പറഞ്ഞാൽ ഇത് നമുക്ക് നെറ്റ് 4 രൂപ കൊടുക്കാം. 4 രൂപക്ക് നെറ്റ് കൊടുക്കാം. 17 വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ. ഒന്ന് വന്നോളൂ, നെഗോസിയേഷൻസ് ഇല്ല. അപ്പൊ എന്താ വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഇനി ഈ i20 ആണെങ്കിലോ 16 മോഡൽ ആസ്റ്റ ഓപ്ഷനിൽ വരുന്ന വാഹനം. പെട്രോൾ എഞ്ചിനിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 63,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണ്. 63,000 അതെന്തായാലും ജെനുവിൻ ആണ്, കൺഫേം ആണ്. ജെനുവിൻ ഫുൾ സ്റ്റെറിൽ വണ്ടിയാണ്. ആസ്റ്റ ഓപ്ഷനിൽ എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടി. 6 എയർ ബാഗ് വരും.
6 എയർ ബാഗ് അന്ന് വരുന്നില്ല. 6 എയർ ബാഗ് 2017 ശേഷമാണ് 6 എയർ ബാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നോർമൽ എയർ ബാഗ് ഉണ്ടാവും. LCD ഒരു ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണൽ വരും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സിൽ മാത്രമാണ് കൂടുതൽ വരുന്നത്, മാറ്റം വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ക്യാമറ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഡിസ്പ്ലേ വലുതാവും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ലാസ്റ്റ് ഓപ്ഷനിൽ ഒന്ന് പിന്നെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഡുവൽ ടോണിലേക്ക് വാഹനം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 73 ബത്തേരി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. വയനാട് വണ്ടിയാണ്. നമുക്ക് കൊടുക്കാം 5,45 കൊടുക്കാം. 5,45,000 2016 മോഡൽ ആസ്റ്റ ഓപ്ഷനിൽ പെട്രോൾ എഞ്ചിൻ അതും ലോ കിലോമീറ്റർ വാഹനം. മറ്റൊരു വാഹനം 2015 മോഡൽ മാഗ്ന, സെക്കൻഡ് ഓണർഷിപ്പിൽ 90 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള 27 തിരുവല്ല, കോട്ടയം തിരുവല്ല രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണിത്. ഇതും പെട്രോളാണ്. മാഗ്ന എന്നുള്ള പേരിൽ 2015 മോഡൽ വാഹനം. നെറ്റ് നമുക്ക് 4,60 കൊടുക്കാം. 4,60 2015 മോഡൽ മാഗ്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ട. അതായത് i20 ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പറ്റിയായിട്ട് വില ഇല്ലാണ്ടായില്ലേ? i20 ഈടായിട്ട് കുറച്ച് വില ഭയങ്കര മോശമായിട്ടുണ്ട്. പെട്രോൾ വണ്ടിക്ക് ഇപ്പൊ അധികം പെട്രോളിന്റെ ഒരു വിലയൊക്കെ കൂടിയതുകൊണ്ടായിരിക്കും. ഇതുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളിപ്പോ സ്വിഫ്റ്റിനൊക്കെ ചോദിക്കുന്ന വില i20 എന്ന് പറയുമ്പോ അല്ലേ? അതെ. കാരണം ബെസ്റ്റ് ചോയ്സ് ആണ്. കാരണം എന്നിരുത്തിക്കാണ്ട് സെയിലിന് ഒരു കുറവില്ല കേട്ടോ. i20 ഇഷ്ടം പോലെ വാഹനങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വില കുറയുമ്പോൾ എന്തായാലും എടുക്കും. അതും ഈ സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. ഞാനും പേഴ്സണലി ഉപയോഗിക്കുന്നതാണ്. കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. കാര്യം ഒരു ക്ലച്ചിന്റെ പ്രശ്നം മാത്രമേ ഇതിനകത്ത് വരാനുള്ളൂ. മൈലേജ് കുറവായിരിക്കും. പക്ഷെ പെർഫോമൻസ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, നല്ല സ്പേസ് കാര്യങ്ങൾ, ലോങ് ഡ്രൈവിനൊക്കെ ബെസ്റ്റ് സാധനം. ഇനി ഫിഗോ ആണെങ്കിലോ? ഫിഗോ വരുന്നത് 2018 മോഡൽ ടൈറ്റാനിയം, സിംഗിൾ ഓണർഷിപ്പിൽ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ മാത്രമാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. ഡീസൽ വണ്ടി വളരെ കുറവാണ്. വാഹനങ്ങളാണ് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള കച്ചവടം. പറയാനില്ല, അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അലോവിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ടയർ വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഫീച്ചേഴ്സിന് ഒരു കുറവുണ്ടാവില്ല. 18 48,000 ഓടിയ പെട്രോൾ വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ വണ്ടി. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന ബ്ലാക്കിന് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വാഹനം. നല്ലോണം മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റിയ, നല്ല വൃത്തിക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് റീപെയിന്റ് വർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നില്ല. അത് വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. 4,40 നമുക്ക് നെറ്റ് കൊടുക്കാം. 4,40 18 ടൈറ്റാനിയം കൊടുക്കാം. 18 വണ്ടി മിസ് ചെയ്യരുത് കേട്ടോ. അതും അത്രയും മോഡൽ കൂടിയ വണ്ടി ആയതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഈ എർട്ടിഗ ആണെങ്കിലോ? എർട്ടിഗ 2013 മോഡലാണ്. അത് 13 ഇത് VXi ആണ്. അത് ZXi ആണ്. ഇതും ടയർ ഭാഗങ്ങളൊക്കെ 90% മുകളിൽ ടയറിന്റെ എല്ലാ വണ്ടികൾക്ക് ടയറിന്റെ പ്രാവശ്യം. അതെ. പിന്നെ മഴക്കാലമായതുകൊണ്ട് മാക്സിമം നിങ്ങൾ അത് ഇട്ട് കൊടുക്കണം. ആരും എവിടെയും പോയിട്ട് ബ്രേക്ക് ഒക്കെ ചെയ്താലേ സിംഗിൾ ഓണർഷിപ്പ് ശ്രദ്ധിക്കണം. 60,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 13 13 വെറും 60,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ അല്ലേ? ഓട്ടല്ലോ. ഓടാനില്ലാത്തവരിൽ എതിർക്കുള്ളൂ. 32 രജിസ്ട്രേഷൻ. എവിടെ? 32 ചേർത്തല രജിസ്ട്രേഷനിലെ വാഹനം. സീറ്റ് കവർ ചെയ്തിട്ടില്ല. കമ്പനി കവറാണ്. പക്ഷെ കമ്പനി കവർ തന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡിൽ ഒരു കവറാണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫുഡ് ട്രസ്റ്റ് എന്താണ് ഇതിന് പറയുക? അത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ അതിനകത്തൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ബമ്പറിനകത്ത് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും സ്റ്റെറിയില്ല. മേജറൊന്നുമില്ല. അപ്രോണോ കാര്യങ്ങൾക്കൊന്നും അടിയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ നല്ലൊരു വില നമുക്ക് 4,50 നെറ്റ് കൊടുക്കാം. 4,50,000 VXi 2013 മോഡൽ, കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള 60 ഓടിയിട്ടുള്ള പെട്രോൾ വാഹനം കൊടുക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു അപാകതയില്ല കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾ എടുത്തോ. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടിയാഗോയും കൂടി ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒരു വെറൈറ്റി പിന്നെ ഒരു വെറൈറ്റി വീൽക്കപ്പാണ്. ഇതുവരെ കാണാത്ത ടൈപ്പ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഡിസൈൻ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. അത് കറങ്ങുന്ന സമയത്ത് ഒരു ഭംഗിയാണ്, പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ ഒരു ഡിസൈൻ ഞാൻ കണ്ടത് മിനി കൂപ്പറിന്റെ ഇലക്ട്രിക്കിലാണ്. ഇത് ശരിക്കും ഏതാ മോഡൽ? 19 മോഡലാണ്. എക്സെറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനിൽ ഒരു വാഹനം. 20 രജിസ്ട്രേഷൻ ഉണ്ട്. 20 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എക്സെറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുള്ളിന് തൊട്ട് എക്സെറ്റ് പ്ലസ് ഉണ്ട് 2019. എക്സെറ്റ് പ്ലസ് ആണെങ്കിൽ അലോയ്സ് വരുന്നു. ഇതിനകത്ത് അലോയ്സ് വരുന്നില്ല. ബാക്കി എടുത്ത് എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. വില വരുന്നത് 4,50,000 രൂപയ്ക്ക് നമുക്ക് നെറ്റ് കൊടുക്കാം. 4.5 ലക്ഷം രൂപയ്ക്ക് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി കൊണ്ടു. മൈലേജ് 17 റേഞ്ചിൽ മൈലേജും കിട്ടുന്ന സേഫ്റ്റി കുറ്റിയുറപ്പുള്ള 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് വരുള്ളൂ. ഇതിന്റെ പുതിയ ഷേപ്പ് വന്നപ്പോൾ 5 സ്റ്റാർ ആയിട്ട്. ഇനി ഇതാണെങ്കിലൊക്കെ ഇത് മാഗ്നറ്റ് ആണ്. നിസാൻ മാഗ്നറ്റ് 2021 മോഡൽ എക്സൽ ടർബോ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. 1 ലിറ്റർ ടർബോ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ KL22 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. എക്സൽ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷെ എന്നാലും AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ വിൻഡോസ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അലോയ് വീൽസ് ഉണ്ടാവില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഇല്ല, മേജർ ആയിട്ടുള്ള ഒരു പരിക്കും ഇല്ലാത്ത വാഹനം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 9
8/2021 ഡെലിവറി പോയിട്ടുള്ളത്. വെറും 27,000 ഓടിയ പെട്രോൾ വണ്ടിയാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം കേട്ടോ, 1 ലിറ്റർ ടർബോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു വണ്ടിയാണ്. അതെ അതെ, കംപ്ലൈൻസ് കുറവായിരിക്കും, പവർ ഉണ്ടാവും, മൈലേജും കുറച്ച് കിട്ടും അല്ലേ? എന്ത് റേറ്റ് ഉണ്ട്? നമുക്ക് നെറ്റ് 6,95 കൊടുക്കാം. 6,95,000 രൂപക്ക് 2021 മോഡൽ എക്സൽ ടർബോ കൊടുക്കാം. 21 എക്സൽ ആണ് കേട്ടോ, അത് മറന്നു പോകണ്ട. ഇനി ഇതാണെങ്കിൽ ഇത് നമുക്ക് 2017 മോഡലാണ്, LXI ഓപ്ഷനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 81,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. LXI ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ VXന്റെ തൊട്ട് താഴെ നിൽക്കുന്ന 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള നോർമൽ ഫീച്ചേഴ്സ് വരും. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. സ്റ്റീരിയോ കമ്പനി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഉൾക്കട്ട 4 പുത്തൻ ടയർസ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി, കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയിൽ നിൽക്കുന്ന ബോഡി ക്വാളിറ്റി ഉള്ള വാഹനം. എന്താ വില? 4,80,000 രൂപക്ക് 4,80,000 2017 മോഡൽ LXI ഓപ്ഷനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി, ഈ ഷേപ്പിലെ ഏറ്റവും ലാസ്റ്റ് വണ്ടി. അതെ, അതായത് നിങ്ങൾ നോക്കിക്കോട്ടെ, ലോണിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഒരു ഒന്നിനുള്ളിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എല്ലാ വണ്ടി ഇറക്കാൻ പറ്റും. ഇത് ആസ്പയർ ചെയ്ത മോഡൽ, ഇത് ആസ്പയർ 2018 മോഡൽ ലോ കിലോമീറ്റർ വാഹനം, വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2018 മോഡൽ വരുന്ന വാഹനം. പെട്രോൾ ആയിരിക്കും അല്ലേ? പെട്രോൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ടൈറ്റാനിയം എന്നുള്ള ഫുൾ ഓപ്ഷൻ വാഹനം, അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല അടിപൊളി വാഹനം. സ്വന്തമാക്കാം വെറും 4,20,000 രൂപക്ക്. 18 വണ്ടി 4,20,000 4,20,000 അത്രയും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 18,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല അടിപൊളി, വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വണ്ടി, പറവൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം. 4 ടയറും 90% തന്നെ ഉണ്ട്. 90% ടയേഴ്സും ഉണ്ട്. അതിന് ഇനിയിപ്പോ സെപ്പറേറ്റ് പൈസ മുടക്കണ്ട. അതെ, കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നല്ല അടിപൊളി വാഹനം. ഒരു ഒന്നൊക്കെ ഇറക്കി കൂടെ? ഒന്നും വേണ്ട, ഒരു 10, 20, 30 കണ്ടാൽ മതി. അത്ര മതി. പിന്നെന്താ, ചെറിയ പൈസ ഇറക്കാൻ പറ്റും. ഇതാണെങ്കിലോ 2019 മോഡൽ മാഗ്ന പ്ലസ്. സിംഗിൾ ഓണർഷിപ്പിൽ 67,000 കിലോമീറ്റർ ഓടിയുള്ള KL17 പെട്രോൾ. KL17 പെട്രോൾ വാഹനം. KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. അലോയ്സ് ഒക്കെ നല്ല കിടിലം അലോയ്സ് ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല 4 ടയറും മോശമില്ലാത്ത ടയർ കിടക്കുന്നുണ്ട്. ആവറേജ് ടയർ ഒരു ആവറേജ് ടയർ ഫ്രണ്ടിലുണ്ട്, ബാക്ക് കുറച്ച് കുറവുണ്ട്. ബാക്ക് കുറവുണ്ട് അല്ലേ? ഇത് നമുക്ക് നെറ്റ് 6,15 നമുക്ക് നെറ്റ് കൊടുക്കാം. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 19 വണ്ടി, 19 മോഡൽ വാഹനം, മാഗ്ന പ്ലസ് ആണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്തും വരുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട് വണ്ടി, ബോഡി ഷേപ്പുള്ള ക്വാളിറ്റി ഉള്ള വാഹനം. 22/6/2019 എക്സാക്ട് ഡെലിവറി വരുന്നുണ്ട്. പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ. ടിഗോർ ആണെങ്കിലും നമുക്ക് നെറ്റ് കൊടുക്കാം. ടിഗോർ 2019 മോഡലാണ് വരുന്നത്. എക്സെറ്റ് പ്ലസ് സെക്കൻഡ് ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. എക്സെറ്റ് പ്ലസ് എന്ന് പറയുമ്പോൾ മാനുവലിലെ ഫുൾ ഓപ്ഷൻ, മാനുവലിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. 19 മോഡലാണ്. ഓട്ടം 60,000 കിലോമീറ്റർ. 60,000 അല്ലേ? ഓക്കെ, വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതും ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു 70% ഉണ്ട്. അലോയ് വീലുണ്ട്. എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനിയായിട്ട് വരും. നല്ല സീറ്റ് കവർ അല്ലേ? ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്താ വില? വില ഇരുന്ന് നമുക്ക് 4,75,000 രൂപ 4,75 നമുക്ക് കൊടുക്കാം. 2019 എക്സിറ്റ് പ്ലസ് ടിഗോർ 4,75, 4,20, 4,30 ഒക്കെ നമുക്ക് ലോൺ ചെയ്യാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ ഒരു സഡാൻ വാഹനം. അതായത് റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, 4 സ്റ്റാറിംഗ് റേറ്റിംഗ് ഉള്ള നല്ലൊരു പിന്നെ വാഹനം. ഇനി ഇതൊന്ന് കാണിച്ചിട്ട് പോയാലോ? സ്വിഫ്റ്റ്. ഈ സ്വിഫ്റ്റ് 2014 മോഡൽ, 15 മോഡൽ വരുന്നതാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയുള്ള VXI എന്നുള്ള വേരിയന്റ് ആണ്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് നമുക്ക് പുതിയ ഇൻഷുറൻസിൽ അടക്കം 4,35 കൊടുക്കാം. 4,35,000 2015 മോഡൽ VXI പെട്രോൾ വരുന്ന വേരിയന്റ് വരുന്ന വാഹനം. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 4 ഡോർ പവർ, AC പവർ സ്റ്റാരിംഗ് കാര്യങ്ങളെല്ലാം വരും. KL13 കണ്ണൂർ ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, മേജർ ആയിട്ടുള്ള പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത KL13 ക്ലീൻ പീസ് വണ്ടി. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ പൊതുവെ കുറവായിരിക്കും. ഫ്രണ്ടിൽ 2 പുതിയ ടയർ ഉണ്ട്, ബാക്കിൽ ഒരു 70% ടയർ ഉണ്ട്. അതെ, പിന്നെ ലോണും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 4 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം. 4,10 നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും. ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ, മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞ അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം. എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ. 4,35 നെറ്റ് പ്രൈസ് വരുന്നത്. 4,35 പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു 4 ലക്ഷം രൂപ കൺഫേം ആണ്. അതിന്റെ മേലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണ് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫുൾ ലോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്തു തരാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഈ കുറെ വണ്ടികൾ കാണിച്ചു വിട്ടാ. അപ്പൊ ഏകദേശം ഒരു 10 ചെറിയ ബ്രേക്ക് ആണ്. ഇത് ഫുള്ള് ഞാനാ പറയുന്നത്. ഇത് നിനക്ക് ഇങ്ങോട്ട് പൈസ തരണം. അതെ, ഞാൻ കൊടുക്കണം എന്നാ പറയുന്നത്. കൊടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും അത് 160 വണ്ടി എടുത്തിട്ട് ഒരു ചായ പോലും വെച്ചിട്ട് ചെങ്ങയ്യ. പിന്നെ നമ്പറിലൊന്ന് വിളിച്ചോട്ടോ. കുറേ വണ്ടികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ഓടിച്ച് പറഞ്ഞു പോണേ. അടുത്തൊരു എപ്പിസോഡും കൂടി വരും. അതിൻ്റെ അകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഓട്ടോമാറ്റിക് വണ്ടി നിരത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് മാനുവൽ വണ്ടിയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കേട്ടോ. ഗ്യാരണ്ടിയോടെ തന്നുവിടും. ഒരു പേടിയും വേണ്ട. നേരെ പോരെ. നിസ്ക നമ്പറൊക്കെ
വിളിച്ചോട്ടെ നമ്പർ കൊടുക്കാം, 4 നമ്പർ കൊടുക്കാം, എല്ലാ ടീമിന്റെയും നമ്പർ കൊടുക്കാം. വീഡിയോയിലും നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ഏതിലും വേണമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഫോണിലോ ഇൻഡിവിജ്വലി ഓരോ വണ്ടിക്കും വരുന്ന എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. വീഡിയോയിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വാഹനങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനം സെലക്ട് ചെയ്തിട്ട് ആ വാഹനത്തിനെ പറ്റി ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും വേറെ അഡീഷണൽ റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങൾ എന്ത് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതെ, വേറെ കാര്യം കൂടി പറയാട്ടോ, ആ സ്വിഫ്റ്റിന്റെ മോഡൽ പറയാന്ന് പറഞ്ഞാൽ പാടാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഏതാണോ നിങ്ങൾ പറയുന്നത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്പർ അതെ, അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് എന്നെ തന്നെ വിളിച്ചിട്ട് ആ സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽ ഒന്നും ഉണ്ട്, ഏത് സ്വിഫ്റ്റ് അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അടുത്ത ദിവസം തന്നെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു എപ്പിസോഡ് വരും, അത് കാണാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ആ എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും ബൈ.